ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡിസംബർ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. മാഗ്നറ്റ്, ഫൈവ്, പെരിക്ര സ്റ്റോക്ക്, അങ്ങനെ ഒരുപാട്. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും വലിയ പെരിക്ര സ്റ്റോക്കിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും ഇതിന് എത്രയൊക്കെയാണ് വില എന്നും ഏതൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മള് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട്. വാ നമുക്ക് ഓരോന്നോരോന്നേ നോക്കാം. അപ്പൊ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇതൊരു ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ഒരു ഏരിയ ആണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതാ ഓരോ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഡ്രൈ രൂപമുണ്ട്. കാഷ്യൂസ്, പിസ്ത ഇതൊക്കെ ഉണ്ട്. പിന്നെ ബാദാം എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഒലീവൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ടിൻഡ് ഫുഡാണ്. ഓരോരോ ഇവിടുത്തെ ഐറ്റംസ് നമ്മുടെ നാട്ടിലെ പിക്കിൾ പോലെ ഇവര് ഇങ്ങനെ സോൾട്ട് ചെയ്ത് വെക്കുന്ന, പ്രിസർവേറ്റീവ് ചേർത്ത് വെക്കുന്ന ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും. ഈ ഇലയിലൊക്കെ കാണുന്ന ഇത് എന്ന് പറയുന്നത്, കാണുന്നുണ്ടോ, ഇത് ചായപ്പൊടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ തരി ആയിട്ടല്ല, ഇവിടെ ഇങ്ങനെ ഇല പോലെയാണ്. ഇത് തേയില മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഇലകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ റേഞ്ച് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ, റൂബിളിലാണ് ഇവിടുത്തെ പ്രൈസ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ ഒരു പാക്കറ്റിന് 129 റൂബിളാണ് ഉള്ളത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും വില ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് കണ്ടോ, നമ്മുടെ ചക്കക്കുരുവാണ് നാട്ടിലെ. ചക്കക്കുരുവിന് ഇവിടെ 269 റൂബിളാണ് കേട്ടോ. അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന്റെ ഏരിയ ആണ്. നമ്മുടെ നാട്ടിലെ മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ ഈ ഉള്ളിയുടെ ഇല, പിന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കോളിഫ്ലവർ ഉണ്ട്. പിന്നെ ഇങ്ങനെ മിക്സഡ് സാലഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സഡ് ആയിട്ട് കുറേ ഇലകൾ. ഇതിൽ സ്പിനാച്ച് ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ പേരില്ലാത്ത ഇലകളുണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാക്കറ്റ് ആയിട്ടും കിട്ടും. പിന്നെ ഇവിടെ കണ്ടോ, ബേബി കോൺ, നമ്മുടെ മറ്റേ നോർമൽ കോൺ, ഇതൊക്കെ ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോവുക, ഫുഡ് ഉണ്ടാക്കുക, അത്ര ഈസിയാണ്. ഇവിടെ ഇത് നോക്കും, സ്പ്രൗട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ചെറുപയറിന്റെ സ്പ്രൗട്ടഡ് രൂപത്തിലും ഇവിടെ ഉണ്ട്. ഇവിടെ 139 റൂബിളാണ് സ്പ്രൗട്ടഡ് പയറിനുള്ളത്. ഇതിൽ തന്നെ മഷ്റൂമിന്റെ ഒരു സെക്ഷൻ കണ്ട്, പല ടൈപ്പ് ഓഫ് മഷ്റൂം ഉണ്ട്. മറ്റേ നമ്മുടെ നാട്ടിലെ പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഇതാ കളറും ഓരോ ഷേപ്പും ഓരോരോ വ്യത്യാസം ഉള്ളതുണ്ട്. ഇത് വേറെ ഇങ്ങനെ ബഡഡ് പോലുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പല വെറൈറ്റി ഉണ്ട്. ഇങ്ങനെ റോ ആയിട്ടും കിട്ടും. ഇതിനെല്ലാം ഒരു വലിയ വിലയൊന്നുമില്ല, ഒരു ഇത്രയും, അതായത് ഒരു 250 ഗ്രാമിന് 100 ഗ്രാമിന് 104 റൂബിളാണുള്ളത്. അപ്പം അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. ടൊമാറ്റോ ഉണ്ട്, നമ്മുടെ സാലഡ് കുക്കുംബർ. ഇവിടെ വേറൊരു ടൈപ്പാണ് സാലഡ് കുക്കുംബറും. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ടൈപ്പും ഉണ്ട്. ഇത് പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി ആണ്, കുറച്ചൊരു തിക്കായിട്ടുള്ള പീലുള്ള ഒരു ടൈപ്പാണ്. പിന്നെ നമ്മുടെ ബ്രിഞ്ചോൾ ഉണ്ട്, ക്യാപ്സിക്കം തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി ഉണ്ട്. പിന്നെ ക്യാബേജ്, പർപ്പിൾ ക്യാബേജ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മത്തങ്ങ പോലുള്ളൊരു മത്തങ്ങയാണ്, പംകിനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങി നോക്കിയായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെടില്ല ഈ ഒരു ടേസ്റ്റ്. ഇതും പംകിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, പംകിൻ ബട്ടർനട്ട് എന്നെന്തോ ആണ് ഇവിടുത്തെ പേര്. പക്ഷെ ഇതും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് പോലെ ഇല്ല. ഇഞ്ചി ഇവിടെ കണ്ടോ, ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ 100 ഗ്രാമിനാണ് 599 റൂബിൾ വരുന്നത് ഇവിടെ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒനിയൻ, നമ്മുടെ സവാളയുണ്ട്. സവാളേന്റെ ഓരോ ടൈപ്പുകളുണ്ട്, 5 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. ഇവിടെ എല്ലാം കാണാം. ഇതാണ് വൈറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒനിയൻ, വൈറ്റ് കളറാണ് ഇത് കണ്ടോ.
ഇതൊരു അര കിലോന് 160-159 രൂപയാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് യെല്ലോ ടൈപ്പ് ഒനിയൻ. നമ്മുടെ ഇവിടെ അധികം ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ് യെല്ലോ ടൈപ്പ്. ഇതിനാണെങ്കിൽ 600 ഗ്രാമിന് 59 രൂപയേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ചീപ്പ് വെറൈറ്റി. ഇനി ഇതാണ് പിങ്ക് ഒനിയൻ. ഇത് ഏറ്റവും നല്ല ഒനിയനാണ് കേട്ടോ. ഇത് അതുകൊണ്ട് തന്നെ അതിന് നല്ല വിലയുണ്ട്. 1 കിലോന് 229 രൂപയാണ്. പിങ്ക് ഒനിയനാണ് ഒനിയനിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വെറൈറ്റി. ഇത് കണ്ടോ വെളുത്തുള്ളി. നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിനേക്കാളും വലിയ അല്ലിയാണ് ഇവിടുത്തെ വെളുത്തുള്ളിക്ക്. നല്ല വിലയുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ 1 കിലോ വെളുത്തുള്ളിക്ക് 469 രൂപയാണുള്ളത്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി വേറൊരു വെറൈറ്റിക്കാണെങ്കിൽ 449 രൂപ. അപ്പൊ ഇത്രയും വിലയുണ്ട് ഇവിടുത്തെ വെളുത്തുള്ളിക്ക്. ഇനി നമുക്ക് ക്യാരറ്റ് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന ക്യാരറ്റ് ഉണ്ട്. ഇതിന് ഇവിടെ 1 കിലോന് 57 രൂപയേ ഉള്ളൂ. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് 1 കിലോ 99 രൂപയാണ്. ഇനി ക്ലീൻ ചെയ്യാനൊന്നും വയ്യ, നമുക്ക് ഇതെടുക്കാം. ഇവിടെ ഇത് നമ്മൾ തന്നെയാണ് വെയിറ്റ് നോക്കി ഇതിന്റെ ഒരു സ്റ്റിക്കർ തരും. അപ്പൊ ആ സ്റ്റിക്കർ ഇതിന് ഒട്ടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഈ പ്ലേറ്റിൽ കണ്ടോ. ഇവിടെ 158 എന്നുള്ള നമ്പർ കണ്ടോ. അപ്പോൾ ഇവിടെ 1 കിലോന് 99 രൂപയാണ്, 158 നമ്പർ. അപ്പോൾ നമ്മൾ ഇതുപോലെ പേപ്പർ കവർ ഇവിടെ കിട്ടും. ഇത് പ്ലാസ്റ്റിക് കവർ. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമ്മൾ ഇതിൽ വേണ്ടത്രയും എമൗണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് പോകാം. നമ്മളിവിടെ വേണ്ട എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്പർ എത്രയാണെന്ന് നോക്കിയാൽ 158. അപ്പോൾ ഇവിടെ 158 കൊടുക്കുക. അപ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്കർ വരും. ഇതുകൊണ്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇതിൽ എമൗണ്ട് പറയുന്നത് 53 രൂപയാണ്. 53.79 രൂപയാണ് ഇതിൻ്റെ വില. അതായത് നമ്മളൊരു 1/2 കിലോനും കൂടുതൽ എടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ തണ്ണിമത്തൻ ഇവിടെ കിലോ 79 രൂപയാണ്. 1 കിലോന് 79. ഈ ഒന്ന് തന്നെ എടുക്കുമ്പോൾ ഒരു 5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 5 കിലോ. അപ്പോൾ 1 കിലോന് 79 രൂപ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറേ പിയർ ഉണ്ട്. പിയർ അത് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ പറയുന്നത് 1 കിലോന് 229 രൂപയാണ് പിയറിന്. പിന്നെ വരുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ തന്നെ പല സെക്ഷൻസ് ആയിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ നോർമൽ റെഡ് ആപ്പിൾ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയത് കണ്ടോ. ഇതിന് ഹമി മെലോണാണ്. ഇത് നമ്മുടെ മെലോൺ കുടുംബത്തിൽപ്പെട്ട 2 ഐറ്റമാണ് ഇത് രണ്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ലാർജ് പ്ലം തന്നെ 2 ടൈപ്പ് ഉണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. ഇതിനിവിടെ 1 കിലോന് 369 രൂപയാണ്. പിന്നെ ഇതാ നമ്മുടെ പീച്ച്. ഈ പീച്ചിന്റെ സ്കിന്ന് കണ്ട ഭയങ്കര വെൽവെറ്റിയാണ്. നമ്മൾ തൊടുമ്പോൾ നല്ല. ഇതിന് ഇവിടെ 1 കിലോന് 229 രൂപീസാണ് ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കിവി ഉണ്ട്. പിന്നെ ഇതെല്ലാം സിട്രസ് ഫ്രൂട്ട്സിന്റെ ഒരു സെറ്റാണ്. നമ്മുടെ ഓറഞ്ച്, മുസംബി, പിന്നെ നമ്മുടെ ചെറുനാരങ്ങ, ലെമൺ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം വേറെ വേറെ റേറ്റിൽ. ഇവിടെ കണ്ടോ നമ്മുടെ പഴം. ഇത് നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം, ഏത്തപ്പഴം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് റോബസ്റ്റേന്റെ വേറൊരു ടൈപ്പാണ്. റോബസ്റ്റ പഴമാണ്. ഇവിടെ പഴത്തിനൊക്കെ ഭയങ്കര വിലയാണ്. 1 കിലോന് 174 രൂപയാണ് ഇവിടെ പഴത്തിന്. ഈ ഒരു ടൈപ്പേ ഉള്ളൂ ഇവിടെ ആകെ. ഇനി നമ്മൾ ബെറീസിന്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മുടെ ബ്ലൂബെറി ഈ ഒരു 500 ഗ്രാമിനാണ് 549 രൂപ. ഇത് ബ്ലൂബെറി ഭയങ്കര അടിപൊളി ഫ്രൂട്ടാണ്. പിന്നെ ഇതാണ് വൈറ്റ് കറന്റ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലാക്ക് കറന്റ് കേട്ടിട്ടില്ലേ, അതുപോലെയുള്ള വൈറ്റ് കറന്റ്. പിന്നെ ഇതാണ് റാസ്ബെറി. പെട്ടെന്ന് കാണുമ്പോൾ സ്ട്രോബെറി പോലെ ഉണ്ടാവും. ഇതാണ് റാസ്ബെറി. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ട് കണ്ടോ, സ്ട്രോബെറി. ഇനി താഴോട്ട് വരികയാണെങ്കിൽ താഴത്തെ നമ്മുടെ ചെറി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ചെറി ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പച്ചമുന്തിരിങ്ങ. ഇത് മറ്റേ സീഡ്ലെസ് ആണ് കേട്ടോ പച്ചമുന്തിരിങ്ങയൊക്കെ. ഇതിന് 1 kgക്ക് 329 രൂപീസ് ഉള്ളത്. 329 രൂപയാണ് 1 കിലോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവക്കാഡോസ് ഉണ്ട്. കണ്ടോ, അവക്കാഡോസ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ വരുന്നത് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മൊട്ടാമ്പിളി എന്നാ പറയാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കിട്ടുന്നൊരു ഐറ്റമാണ് മൊട്ടാമ്പിളി. ഗോൾഡൻ ബെറി എന്നാ പറയാം ഇംഗ്ലീഷിൽ. അതിനിവിടെ ഒരു പാക്കറ്റിന് 199 രൂപയാണ്.
പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ പച്ച നാരകം, ഇതിന് ഇവിടെ ഈ 3 എണ്ണത്തിനും കൂടി 250 രൂപയാണ് നമ്മുടെ നോർമൽ നാരങ്ങ. ഇനി അടുത്തതൊരു അടിപൊളി സാധനം പരിചയപ്പെടാം, നമ്മുടെ സ്വന്തം കരിക്ക്. നമ്മുടെ നാട്ടിൽ ഒരു 50 രൂപക്ക് നമുക്ക് കരിക്ക് കുടിക്കാൻ പറ്റും, അല്ലെ പോട്ടെ 100 രൂപ ആയാലും കുഴപ്പമില്ല. ഇവിടെ ഈ ഒരൊറ്റ കരിക്കിന് ഈ ഒരു സ്ട്രോ ഒക്കെ ഉണ്ട്, എക്സ്ട്രാ സ്ട്രോ ഒക്കെ വെച്ച് പൊതിച്ച നല്ലൊരു കരിക്കിന് ഇവിടെ 429 രൂപയാണ്. കണ്ടോ, 429 രൂപ ഒറ്റ ഒരെണ്ണത്തിനാണ് ഇത്രയും പൈസ. പിന്നെ ഇത് അവോക്കാഡോന്റെ വിലയാണ് 219 രൂപ. ഈ 2 എണ്ണത്തിനാണ് 219 രൂപ. അടുത്ത നമ്മൾ ഫിഷിന്റെ സെക്ഷനാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ താമസിക്കുന്നത് മോസ്കോന്ന് കുറച്ച് ദൂരമുള്ള ഒരു വില്ലേജിലാണ്, കിസ്ലോവ്സ്ന ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ അടുത്ത് കടലില്ല, ഒരു 3 മണിക്കൂറെങ്കിലും ഫ്ലൈറ്റ് ട്രാവൽ ചെയ്താലേ കടലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്രഷ് മീൻ നമുക്ക് കിട്ടൂല. അപ്പൊ ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുള്ള മീനുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര വിലയാണ്. നമുക്ക് ഒരു ഒറ്റ പീസിനാണ് 699 രൂപകളൊക്കെ. ഭയങ്കര വിലയാണ് മീനിന്. പിന്നെ കിട്ടും ഫ്രഷ്, എങ്ങനെയാ വെച്ചാൽ ശുദ്ധജല മത്സ്യങ്ങൾ കിട്ടും, പക്ഷെ അത് വലിയ ടേസ്റ്റ് ഇല്ല. നമ്മുടെ കടൽ മീനിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഇല്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെ മാത്രമേ കിട്ടൂ. എപ്പോൾ പിടിച്ചതാ, എന്ന് വെട്ടിയതാന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഇത് മാത്രമേ കിട്ടൂ. നമ്മുടെ പ്രോൺസ് കൊഞ്ച് ഇവിടെ ഉണ്ട്, 2 കളറിലുണ്ട്. ഇതും ഫ്രോസൺ ആണ്, ഫ്രഷ് ഒന്നല്ല. ഭയങ്കര ഹാർഡായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വേണ്ട അത്രയും അളവിലെടുത്ത് ഇവിടുന്ന് വെയിറ്റ് നോക്കി പാക്ക് ചെയ്യാം. ഇവിടെ ഇതിന് വില എന്ന് പറയുന്നത് 1 കിലോന് 600 രൂപയാണ്, 599 രൂപയാണ് 1 kg. ഇനി കുറച്ചെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഇതിൽ കുറേയൊക്കെ നമ്മുടെ ഈ ശുദ്ധജല മത്സ്യങ്ങളാണ്. പിന്നെ സാൽമൺ കുറച്ചുകൂടി ഫ്രഷ് കിട്ടും തോന്നുന്നു. ഇതൊക്കെ സാൽമൺ. ഇതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വില കേട്ടോ, 2699 രൂപയാണ്. പിന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സാൽമൺ ആണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കട്ട്ല, ഇത് ശുദ്ധജല മത്സ്യമാണ്, കട്ട്ല ഉണ്ട്. ഇതൊക്കെ ഡ്രൈ ഫിഷാണ് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് സാലഡിലൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഡ്രൈ ഫിഷാണ്. അതിനു വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനും ഉണ്ടല്ലേ വില, 100 ഗ്രാമിന് 154 രൂപ, 134 രൂപ, അങ്ങനെ വരുന്ന ഇതിൻ്റെ വില. ഇവിടെ സീ ഫുഡ് തന്നെ ടിന്നിലാക്കി വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ അധികം ഉള്ളത്. കുറേയൊക്കെ ഫിഷ് മസാല അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് അറിയുന്നത് ഇതാ കക്ക, നമ്മുടെ കക്ക ഇങ്ങനെ പാക്കറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഫിഷ് ഉണ്ട്, കല്ലുമ്മക്കായ, കക്ക, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്ടോപ്പസ് ഉണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മുടെ ക്രാബ് പോലെ ഉണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ക്രാബിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് അല്ല. ഇത് ക്രാബ് സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് പ്രോസസ്ഡ് ഫിഷ് മീറ്റ് ആണ്. നമ്മൾ ഈ സോസേജ് പറയുന്ന പോലെ ഫിഷിൻ്റെ മീറ്റ് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നതാണിത്. ഷേപ്പിൽ ക്രാബിൻ്റെ പോലെ ഉണ്ടെങ്കിലും ഇത് ഒറിജിനൽ ക്രാബ് അല്ല, ഇത് ഫിഷാണ്, ഫിഷ് മീറ്റ് ആണ്. അപ്പോൾ ഫിഷ് സെക്ഷനും തീർന്നു. ഇനി നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് വരികയാണ്. മീറ്റിലേക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് റാബിറ്റ് ആണ് കേട്ടോ, മുയലിറച്ചിയാണ്. ഇവിടെ ഇതിന് 1 കിലോ 529 രൂപയാണ്. 1 കിലോ 529 രൂപയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കാടക്കോഴി ഉണ്ട്, ചെറിയ കാടക്കോഴിക്ക് 1 കിലോ 579 രൂപ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഡക്ക്, നമ്മുടെ താറാവാണിത്, ഒരു ഫുൾ താറാവ്. ഇതിന് 1 kg 350 രൂപയാണുള്ളത്. പൊതുവെ എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മീറ്റ് ഐറ്റംസിനാണ് പിന്നെയും കുറച്ചെങ്കിലും വിലക്കുറവ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ വില കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മീറ്റിനാണ് വിലക്കുറവ്. പിന്നെ ഇവിടുത്തെ ചിക്കൻ ഐറ്റംസ് ഉണ്ട്, ടർക്കി കോഴിയുടെ മീറ്റ് ഉണ്ട്. പിന്നെ ചില സോസേജ് പോലുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ അതും ചിക്കനിൽ തന്നെ ലെഗ് പീസ്, ബ്രസ്റ്റ് പീസ് അങ്ങനെയെല്ലാം സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബോൺലെസ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി ഓഫ് മീറ്റും ഇതിലുണ്ട്. ഇതൊരു ഫുൾ കോഴിയാണ്, മൊത്തത്തിൽ നമ്മൾ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിന് 1 കിലോ 169 രൂപ. ലെഗ് പീസ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മളിങ്ങനെ
ചിക്കൻ ഫ്രൈ ആക്കാൻ പറ്റിയ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അപ്പുറത്ത് പൗൾട്രി ചിക്കൻ ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ, ഇനി ഇവിടെ കാണുന്നത് റെഡ് മീറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഇതാ ബീഫ് ഉണ്ട്. ബീഫിന് 800 ഗ്രാമിന് 939 രൂപയാണ് ബീഫിന്. പിന്നെ ഇത് പോർക്കാണ്. പോർക്കിന് 1 kg 549 രൂപയാണ് 1 കിലോ പോർക്ക്. പിന്നെ അതിൻ്റെ തന്നെ സോസേജ് രൂപത്തിലും കുറേ ഉണ്ട്. ഇതൊക്കെ സോസേജാണ്. ഇതാണ് ബീഫ് സ്റ്റീക്ക്. ഇവിടെ അധിക റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ സ്റ്റീക്കായിട്ട് കിട്ടും നമുക്ക്. അതാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഫ്രഷ് മീറ്റാണ്. നേരത്തെ കണ്ടത് പാക്കേജ്ഡ് മീറ്റാണ്. ഫ്രഷ് ആയിട്ട് ചിലതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്നത് ലിവറാണ്. 1 കിലോ 379 റൂബിൾസ് ആണ് ലിവറിന്. പിന്നെ ഇതെല്ലാം ബീഫ് ഐറ്റംസ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പോർക്ക്. ഇത് ഓരോരോ സെക്ഷൻ ആയിട്ടുണ്ട്. ലെഗ് പീസ്, ചെസ്റ്റ് പീസ്, അങ്ങനെ എല്ലാം ഉണ്ട്. മട്ടൺ ഉണ്ട്. പിന്നെ ഇതെവിടെ ചിക്കൻ ഉണ്ട്. അങ്ങനെ എല്ലാം ഫ്രഷ് ആയിട്ട് അപ്പം അന്നന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇത്. ഇവിടെ ദ ഹോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെഗ് പീസ് ഉണ്ട്, സോസേജസ് ഉണ്ട്, സാലഡ് പോലെ നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്പം റെഡി ടു ഈറ്റ് ആയിട്ടും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇനി ഈ മീറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ മസാലകളെല്ലാം ഉണ്ട്. മീറ്റ് മസാല, ഫിഷ് മസാല, പിന്നെ സോസുകൾ. ഇവരൊക്കെ കൂടുതലും സോസാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ മീറ്റ് സോസുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുരുമുളക് പൊടി. ഇതിന് 20 ഗ്രാമിന് 89 രൂപയാണ്. ഈ ഒരൊറ്റ പാക്കറ്റിന് 89 രൂപ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാമ്പൂ ഉണ്ട്, 179 രൂപ. പിന്നെ മഞ്ഞൾപ്പൊടി, ഈ ഒരു ചെറിയ പാക്കറ്റ് മഞ്ഞൾപ്പൊടിക്ക് 89 രൂപ. പിന്നെ ഇത് നമ്മുടെ കുങ്കുമപ്പൂവിന് 0.12 ഗ്രാം 179 രൂപയാണ്. പിന്നെ ചില്ലി പൗഡർ ഉണ്ട്. ചില്ലി പൗഡറിന് 25 ഗ്രാമിന് 89 രൂപ. ഇവരൊന്നും ഇങ്ങനത്തെ പൗഡേഴ്സൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇവർ കൂടുതലും ഈ സോയാ സോസും അങ്ങനത്തെ സോസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മുകളിലോട്ട് അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ സ്പൈസസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ജീരകമുണ്ട്. ഇനി ഓയിലിൻ്റെ സെക്ഷൻ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ കോക്കനട്ട് ഓയിൽ ഇവിടെ ഒട്ടുമില്ല. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൻ്റെ വിവിധ ബ്രാൻഡുകളാണ് ഈ കാണുന്നത്, ഓരോ ടൈപ്പ്. ഇതിനെല്ലാം 1 കിലോ 900 മില്ലി ലിറ്ററിന് 114 രൂപയാണുള്ളത് സൺഫ്ലവർ ഓയിലിന്. പിന്നെ അതല്ലാതെ ഗാർലിക് ഓയിലുണ്ട്, ഇവിടെ ഒലീവ് ഓയിലുണ്ട്. ഒലീവ് ഓയിലിന് 139 രൂപയാണ് ഒലീവ് ഓയിൽ. ബാക്കിയെല്ലാം സൺഫ്ലവറാണ്. ഇവിടെ ഒലീവ് ഓയിൽ തന്നെ ഒരുപാട് ക്വാളിറ്റിയിലുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി അനുസരിച്ച് വിലയും മാറും. ഇപ്പം ഈ നേരത്തെ കണ്ട ഒലീവ് ഓയിലിന് 184 ഒക്കെ അല്ലേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞതാ ഈ ടൈപ്പ് ഒലീവ് ഓയിൽ വരുമ്പോൾ 399 രൂപയാണ് വരുന്നത് 250 ml. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ ഉണ്ട്. ഇതിന് 1099 രൂപയാണ്. അപ്പോൾ ക്വാളിറ്റി അനുസരിച്ച് വില മാറുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റെഡി ടു ഈറ്റ് സാലഡ് ഉണ്ട്. ഈ നാട്ടുകാർക്ക് സാലഡൊക്കെ ഭയങ്കര പ്രധാനമാണ് കേട്ടോ. അവിടെ എല്ലാ മെനുവിലും സാലഡ് ഉണ്ടാവും. അടുത്ത കണ്ടോ, നമ്മുടെ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട് ചീസ്. ഇത് ചീസിൻ്റെ ഒരു സെക്ഷനാണ് ഇത് മൊത്തം.
ഇവിടെ അധികം ആൾക്കാരും സാൻഡ്വിച്ചും ബ്രെഡൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീസ് ഒരുപാട് ചിലവാകുന്ന ഒരു ഐറ്റമാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചീസൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ മൊസറല്ല ചീസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ചീസും ഉണ്ട് ഇവിടെ. അടുത്ത സെക്ഷനാണ് പാസ്ത. ഇവിടെ ഇവരുടെ ഒരു മെയിൻ മെനു ആയിട്ട് പാസ്ത ഉണ്ടാവാറുണ്ട്. നമ്മുടെ നൂഡിൽസ്, പാസ്ത ഒക്കെ ഇവിടെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള പാസ്തകളുണ്ട്. സി ഷേപ്പ് ഉണ്ട്, നമ്മുടെ സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ട്, വേറെയും കുറേ രൂപത്തിലും ഭാവത്തിലും പാസ്ത ഉണ്ടോ. നമ്മുടെ മാക്രോണി, ഇതിനടുത്ത സെക്ഷനിലായിട്ട് തന്നെ ഒരുപാട് സോസ് ഉണ്ട്. നമ്മുടെ സോയ് സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, വേറെ ഏതൊക്കെയോ പേരറിയാത്ത സോസുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മൊത്തം വൈറ്റ് സെക്ഷനാണ്. അതായത് ഇവിടെ എല്ലാം പഞ്ചസാര ഇങ്ങനെ ക്യൂബായിട്ടാണ് ഇവിടെ അധികം ഉണ്ടാവുക. അല്ലാത്ത ലൂസ് പഞ്ചസാരയും ഉണ്ട്. താഴോട്ട് വരുമ്പോൾ നമ്മുടെ നോർമൽ പഞ്ചസാര ഉണ്ട്. പിന്നെ ഇവിടെ ബ്രൗൺ ഷുഗർ ഉണ്ട്. നമ്മുടെ ബ്രൗൺ ഷുഗറിന് എത്രയാ? 249 റൂബിളാണ്. 1 കിലോന് 249 റൂബിൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഉപ്പ് ഇതൊക്കെ ഉപ്പാണ്. ഉപ്പിന് സീ സോൾട്ട്. ഇതിന് 1/2 കിലോന് 174 റൂബിൾസ് ആണുള്ളത്. പിന്നെ ഇത് നമ്മുടെ നാച്ചുറൽ സീ സോൾട്ട് ഉണ്ട്, പിങ്ക് സോൾട്ട് ഉണ്ട്, ഹിമാലയൻ ഡാർക്ക് പിങ്ക് സോൾട്ട് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരം ഉപ്പുണ്ട് ഇവിടെ. ഇത് വീറ്റ് ഫ്ലോറിന്റെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആട്ട മാത്രമല്ല വീറ്റ് ഫ്ലോർ ആയിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഇതുണ്ട്. അതായത് ഇപ്പോൾ പ്രീമിയം സോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മൈദ പോലെ അത്രയും സോർട്ട് ചെയ്തിട്ട് വരുന്നതാണ് ഈ ഐറ്റം. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല വെറൈറ്റി. ഇത് ഹോൾ ഗ്രെയിൻ ആണ്. ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ആയത് ഇതാണ് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളത്. വേറെ ഒരുപാടുണ്ട് ഇവിടെ. കാരണം ഇങ്ങനത്തെ കുക്കീസും പിന്നെ പാസ്തയൊക്കെ ഉണ്ടാക്കാനുള്ള മൈദയാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈപ്പ് ഓഫ് വീറ്റ് ഫ്ലോർ ഉണ്ടാവുന്നത്. ഇത് ബ്രെഡിൻ്റെ ഒരു സെക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ സാൻഡ്വിച്ചും ബ്രെഡൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ബ്രെഡ് തന്നെ ഓരോരോ ടൈപ്പ് ഉണ്ട്. സ്ലൈസ് ചെയ്ത ബ്രെഡ് ഉണ്ട്, ബ്രൗൺ ബ്രെഡ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ലവാഷ് എന്ന ഇതിൻ്റെ പേര്. ഇവിടുത്തെ ഷവർമയെ ഇത് വെച്ചാണ് റോൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കുബൂസിന് പകരം ഇവിടെ ലവാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു കാണുന്നത് ചപ്പാത്തി പോലെ ഉണ്ട്, തിൻ ചപ്പാത്തി പോലെ ലവാഷ്. പിന്നെ ഇതൊക്കെ ബ്രെഡിൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ ഒരുപാട് ബണ്ണൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബർഗർ ബൺ, അതിൻ്റെ ചെറിയതാണ്. അതിൻ്റെ വലിയ ബർഗർ ബണ്ണുണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ നാട്ടിലെ സ്വീറ്റ് ബണ്ണൊക്കെ ഇല്ലേ, അതുപോലത്തെ ബണ്ണുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് കുക്കീസും കുറേ ബിസ്ക്കറ്റും ചോക്ലേറ്റ് വാഫിൾസും ഒക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പുള്ളിയുടെ ഷോപ്പിലെ എല്ലാ സ്നാക്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. റഷ്യൻ ഭാഷയിലാണെന്ന് മാത്രം. ഇനി ഇങ്ങോട്ട് നോക്കുകയാണ്, ഒരുപാട് കേക്കുകളാണ്. ഒരുപാട് ഫ്ലേവറിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ കേക്കുകൾക്കെല്ലാം. ഇനി ഇവിടെ ആദ്യം നമുക്കിവിടെ അരിയുണ്ട്. ഈ നാട്ടുകാർ അരിയൊന്നും അധികം റൈസ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വിലയാണ്, കിട്ടാനും പാടാണ്. നമ്മുടെ നോർമൽ പച്ചരിയാണ്. പച്ചരി ഇവിടെ എല്ലാം 900 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത് അരി. 900 ഗ്രാമിന് ഇതിൽ എത്രയാ? 174 റൂബിൾസ് ആണ് 900 ഗ്രാം അരിക്ക്. പിന്നെ നമ്മുടെ പുഴുങ്ങലരി, നമ്മൾ ചോറുണ്ടാക്കുന്ന അരി, ഈ അരിക്ക് ഇവിടെ
154 റൂബിളാണ് 900 ഗ്രാമിന്. ഇതെല്ലാം ഇങ്ങനത്തെ പാക്കറ്റിൽ, വലിയ പാക്കറ്റിലൊന്നും ഇല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഉണ്ട്. ഇത് 80 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റുകളായിട്ടുള്ള 5 പാക്കറ്റാണ് ഈ ഒരു സെറ്റിലുള്ളത്. ഇങ്ങനത്തെ 5 പാക്കറ്റുകൾ, ഒന്നിൽ 80 ഗ്രാം റൈസ് ഉണ്ടാവും. അങ്ങനത്തെ 5 പാക്കറ്റ് അടങ്ങിയ 400 ഗ്രാമിൻ്റെ ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 249 റൂബിളാണ് ഈ ഒരു പാക്കറ്റിന്. പിന്നെ ഇവിടെ കിൻവ ഉണ്ട്, പിന്നെ നമ്മുടെ റവയുണ്ട്, ചോളം ഗ്രെയിൻസ് ഉണ്ട്, നമ്മുടെ പരിപ്പുണ്ട്, കടലപ്പരിപ്പ്, തുമരപ്പരിപ്പ്, ബീൻസ് ഉണ്ട്, കിഡ്നി ബീൻസ് ഉണ്ട്. അതിൻ്റെ തന്നെ പല വെറൈറ്റി, വലുത്, വൈറ്റ് കളർ, അങ്ങനെ ഒരുപാട് പീ ഐറ്റംസ് ഉണ്ട്. ഈ ഒരു ചെറിയ സെക്ഷൻ മയോണൈസിൻ്റെ സെക്ഷനാണ്. അതിൽ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ളതുണ്ട്, നമ്മുടെ മഷ്റൂമും ഗാർലിക്കൊക്കെ വെച്ചിട്ടുള്ള വെജിറ്റബിൾ മയോണൈസും ഉണ്ട്. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ എഗ്ഗ്, അതായത് കോഴിമുട്ട, അതല്ലാതെ ഇതുപോലെ കാടമുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് മയോണൈസാണിത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറേ ബട്ടറിൻ്റെ ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ബട്ടർ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മിൽക്ക് പ്രൊഡക്ട്സ് പരിചയപ്പെടാം. ഈ മാസ്ലോ എന്ന് എഴുതിയത് കണ്ടോ, ഇതാണ് ബട്ടർ. ഇതിന് ഇവിടെ 189 റൂബിളാണ്, 180 ഗ്രാമാണിത്, 189 റൂബിൾസ്. അതിൻ്റെ തന്നെ ചെറിയ പാക്കറ്റ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഓരോ ടൈപ്പ് ബട്ടറാണ്. പിന്നെ ഇത് വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇനി കണ്ടോ, സ്മിതാന എന്ന് എഴുതിയിട്ട്, ഇതാണ് ഇവിടുത്തെ പ്യുവർ ഫോം ഓഫ് കേർഡ്. നമ്മുടെ തൈരിൻ്റെ ഏറ്റവും കട്ടി രൂപത്തിലുള്ള പ്യുവർ ഫോമാണ് ഇത്. ഇതല്ലാതെ ലൂസായിട്ടുള്ള കേർഡും ഇവിടെ ഉണ്ട്, അതിന് കിഷർ എന്നാണ് പറയാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 ഗ്രാമിന് 89 റൂബിളാണ്. പിന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ ഇതാണ് കോട്ടേജ് ചീസ്. നമ്മുടെ നാട്ടിൽ പനീർ എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ കോട്ടേജ് ചീസ്. ഇവിടെ ഒരുപാട് ഐറ്റംസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യോഗേർട്ടിൻ്റെ ഒരു ലാർജ് സെക്ഷൻ ഉണ്ട്. യോഗേർട്ട് ഇവിടെ എല്ലാവരും വെറുതെയും കഴിക്കാം, എന്തിനും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാം. ഇതെല്ലാം ഫ്ലേവേർഡ് യോഗേർട്ടാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതാണെങ്കിൽ മൾബറിയുടെ യോഗേർട്ടും, ഇതാണെങ്കിൽ കോക്കനട്ടിൻ്റെ, ബ്ലൂബെറി, ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഫ്ലേവർ ചേർത്തിട്ടുള്ള യോഗേർട്ടാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതെല്ലാം യോഗേർട്ടാണ്, ഒരുപാട് ടൈപ്പ്. വെജിറ്റബിൾസ് ഇങ്ങനെ പാക്കറ്റ് ചെയ്ത് ഫ്രോസൺ ആയിട്ട് പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാലക് ചീരയാണ്, ഇതിങ്ങനെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് 139 റൂബിൾസാണ് ഈ ഒരു പാക്കറ്റ്. ഇനി അതല്ലാതെ വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ബീൻസ്, ക്യാരറ്റ്, ഇങ്ങനെ കുറേ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഇത് സാലഡിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെയും പാക്കറ്റ് ആയിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ബീൻസും ഇതുപോലെ ഇങ്ങനെ പാക്കറ്റ് ഫ്രോസൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രോക്കലി, കോളിഫ്ലവർ, ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഐറ്റമായിരിക്കും. ഇത് റഷ്യൻ ട്രഡീഷണൽ ഫുഡാണ്. പെൽമൊണി എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇത് മൈദയാണ്. ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഉണ്ടാകും. നമ്മുടെ മൊമോസിൻ്റെ ഒക്കെ വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് ചിക്കൻ, നോൺ വെജ് ഫില്ലിംഗ് ഉണ്ടാവും, വെജ് ഫില്ലിംഗ് ഉണ്ടാവും. ഇതെങ്ങനെ നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ, ഇത് നമ്മളിങ്ങനെ എടുത്ത് പാക്കറ്റ്, ഇത് വെള്ളം തിളപ്പിച്ച് ആ ബോയിലിംഗ് വാട്ടറിൽ ഇതിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് എന്തെങ്കിലും സോസോ മയോണൈസോ എന്തെങ്കിലും കൂട്ടി അതിൻ്റെ കൂടെ കഴിക്കാം. റഷ്യൻ ട്രഡീഷണൽ ഫുഡാണ് ഇത്, പെൽമോണി. ഇത് തന്നെ ഒരുപാട് സൈസിൽ, വേറെ വേറെ സൈസിലും ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ.
ഇത് കണ്ടോ, ഇത് റെഡി ടു ഈറ്റ് പിസ്സ ആണ്. ഇതിപ്പോൾ ഫ്രോസൺ ആണ്, തണുപ്പാണ്. ഇത് നമ്മൾ നേരെ എടുത്ത് ഓവനിൽ ചൂടാക്കി കഴിക്കാം. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് പിസ്സ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ? ഈ ഒരു ഐറ്റം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെന്താണെന്നറിയോ? ഇത് ബീഫിൻ്റെ നാക്കാണ് കേട്ടോ. ഇതാണ് ബീഫിൻ്റെ നാക്കാണ്. ഇവർ ഇതൊക്കെ യൂസ് ചെയ്യും. നമ്മൾ നോർമൽ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ ഇവർ ഈ നാക്കും വെച്ചിട്ട് എന്തൊക്കെയോ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. നാക്ക് മാത്രമല്ല, ഇൻഡസ്റ്റൈനും ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, കോഴിയുടെ മറ്റേ കാലൊക്കെ ഉപയോഗിക്കും. അങ്ങനെ എല്ലാം ഇവർ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ക്രാബാണ്, ഞണ്ടിൻ്റെ കാല് മാത്രമാണ്. ഇവിടെ ഞണ്ടൊക്കെ ഭയങ്കര കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ, അടുത്ത് കടലൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഈ ബാർ കോഡ് അവിടെ സ്കാൻ ചെയ്യണം. നമുക്ക് ആ സ്കാൻ ചെയ്തിട്ട് ഇതിന് എത്ര വിലയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 899 രൂപയാണെങ്കിൽ നമുക്ക് 629 രൂപയിൽ ഇത് കിട്ടും. ഇത് കണ്ടോ, ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ബോക്സിൽ വരുന്ന ചോക്ലേറ്റ് ആണ്. ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ഇതിപ്പോൾ ഹേസൽ നട്ട് ഉണ്ട്, പിന്നെ സാഫ്രോൺ ഉണ്ട്, ചെറി ഉണ്ട്, ചില്ലി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ ഇതുണ്ട്. ഇത് നമുക്ക് പരിചയമുള്ളതാ, ടോബ്ലറോ. ഇവിടെ 229 റൂബിൾസ് ആണ്. ₹1699 വാങ്ങാൻ വയ്യ. ഇതെല്ലാം ടീ പൗഡറിൻ്റെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിലെ പോലെ തേയില മാത്രമല്ല, വേറെ ഏതൊക്കെയോ ലീവ്സ് നമ്മളിവിടെ ഹെർബൽ ടീ, ഗ്രീൻ ടീ, അങ്ങനെ വേറെ ഒരുപാട് ടീ ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ സാഷേ രൂപത്തിലാണ് ഉണ്ടാവുക. ഓരോ പാക്കറ്റിൽ കുറേ സാഷകൾ ഉണ്ടാവും. ഇതെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടീ ആണ്. കണ്ടോ, ഓരോ ഫ്ലേവറിലൊക്കെ ഉണ്ട്. സ്ട്രോബെറി, ബ്ലൂബെറി, ഇത് നമ്മുടെ തേയില. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം ലീവ്സ് ആയിട്ടാണ്, ഡ്രൈഡ് ലീവ്സിൻ്റെ ഫോമിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ പോലെ ഭയങ്കര പൊടിയായിട്ടല്ല, പൗഡർ ഫോമിലല്ല. ടീ പൗഡർ ഇടാനുള്ള ഒരു ബൗളാണ്, ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഈ സൈഡ് ടീ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായാലും കോഫി ആണല്ലോ. ഇത് കോഫി സെക്ഷൻ ആണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കോഫി പൗഡർ ഉണ്ട് ഇവിടെ. കണ്ടോ, ഡെസേർട്ട് കപ്പ്. ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടോ, 1349 റൂബിൾസ് ആണ് ഈ ഒരു ടിന്ന്. നമ്മുടെ നാട്ടിൽ നെസ്കഫേ ഉണ്ട്.
549 rubles ആണ് ഇത്. ഇത് വെള്ളത്തിന്റെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയൊന്നും കാണുന്നില്ല, വെള്ളം ഒരുപാട് ബോട്ടിലായിട്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വെള്ളം കുപ്പി തന്നെയാണ് വാങ്ങാറ്. സാധാരണ ഇതിൽ കിട്ടുന്ന പൈപ്പ് വാട്ടർ അത്രയും ടേസ്റ്റ് അല്ല, ഒരു ക്ലോറിനൊക്കെ കലർന്ന് കണ്ടോ. 5 ലിറ്ററിൻ്റെ ഒക്കെ ക്യാൻ വാങ്ങിയിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സെക്ഷൻ നേരത്തെ നമ്മൾ കുടിവെള്ളം കണ്ടല്ലോ, ഇത് കുടിവെള്ളം തന്നെയാണ്. ഇത് കുറച്ചുകൂടി മിനറൽ അടങ്ങിയ വെള്ളമാണ്. ഈ ഒരു കിസ്ലോസ് എന്ന് പറയുന്ന മിനറൽ വാട്ടറിന് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ്. ഒരുപാട് മിനറൽസ് അടങ്ങിയ വെള്ളമായത്. നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ഉപ്പ് രസമാണ് ഇതൊന്നും ഉണ്ടാവുക. ഇതെല്ലാം ആ സെക്ഷനാണ്. ഇങ്ങനത്തെ കളർ കാണുന്നതെല്ലാം അങ്ങനത്തെ മിനറൽ വെള്ളമാണ്. ഈ ഒരു സെക്ഷൻ കൂടുതലും ഫ്രൂട്ട് ജ്യൂസസും കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലെ സോഡ, പെപ്സി, കോക്കക്കോള ഒക്കെ പോലുള്ള തന്നെ ഇവിടെ. സോ ഇതാണ് നമ്മുടെ നാടും റഷ്യയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ ബിവറേജിങ് സെക്ഷൻസും കൗണ്ടേഴ്സും എല്ലാം പുറത്ത് വേറെ ഉണ്ട്. പക്ഷെ അതുപോലെയല്ല റഷ്യയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ഒരു കൗണ്ടറുകൾ ഉണ്ടാവും, ആൽക്കഹോളിന് വേണ്ടിയുള്ള കൗണ്ടറുകൾ. കാരണം എന്താണെന്ന് ഇവിടുത്തെ ആൾക്കാരിൽ ഒരു 80% ആൾക്കാർ നല്ല രീതിയിൽ സ്ട്രെസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പുരുഷനും സ്ത്രീയും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു പോകാം. ഈ സെക്ഷനിൽ വൈനാണ് കാണുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് ബിയറുണ്ട്, അതുപോലെ തന്നെ വോഡ്ക്കയുണ്ട്, റമ്മുണ്ട്, വിസ്കി ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഓരോന്ന് കാണാം. സോ ഇതെല്ലാം ഇവിടുത്തെ വൈൻ സെക്ഷൻസുകളാണ്. നോക്കൂ, വൈനുകളാണ്. എല്ലാ രാജ്യത്തിലുള്ള ഒരു മിക്കവാറുമുള്ള വൈനുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു ഇറ്റാലിയൻ വൈനാണ് കേട്ടോ. ഒരു വെറൈറ്റി രീതിയിലുള്ള കവറും കാര്യങ്ങളെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ വൈൻ. ഈ കാണുന്ന എല്ലാം ജിന്നാണ്. ജിൻ നോക്കാം അല്ലേ, ജപ്പാനീസ് ജിന്നാണ്. കണ്ടല്ലേ, റേറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല, ഒരു 4000 രൂപ, 4000 റൂബിള്. ഇതാ കണ്ടില്ലേ, 4000 റൂബിള്, 2399 റൂബിള്. ഓൾഡ് മങ്ക് റം, അതിനിവിടെ 800 റൂബിള്. സോറി, 800 അല്ല, ഇത് ചെറിയ ബോട്ടിലാണ് 800 റൂബിള്. വലിയ ബോട്ടിലിന് 1299 റൂബിള്, 750 മില്ലി. ഓൾഡ് കരീബിയൻ റം ഉണ്ടല്ലേ, വൈറ്റ് റം ആണ്, വൈറ്റ് റം. കോണിയാക്ക് സെക്ഷനാണ് ഇതൊക്കെ. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള കോണിയാക്കുകളുണ്ട് ഇവിടെ. ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ റേറ്റ് കാണാം. നോക്ക്, 1500, 1499 റൂബിള്, 1249 റൂബിളിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കുപ്പിയും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ. 4300 റൂബിളിൻ്റെ കോണിയാക്ക്.
റഷ്യ എന്ന് പറയുന്ന ഒരു പേര് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ റഷ്യൻ വോഡ്ക എന്ന് പറയുന്ന സംഭവം വരും അല്ലേ. സോ റഷ്യയിലെ ഏറ്റവും ഒരു ഫേമസ് ആയ സംഭവമാണ് റഷ്യൻ വോഡ്കകൾ. വരാം, ഇതൊക്കെയാണ് റഷ്യൻ വോഡ്ക സംഭവങ്ങളാണ്. ഇതെല്ലാം നോക്കൂ. ഇതെല്ലാം കുറച്ചുകൂടെ ചീപ്പ് റേറ്റഡ് ആയിട്ടുള്ള റഷ്യൻ വോഡ്കകളാണ്. 739, 639, 379, 319 എല്ലാ റൂബിൾസിൻ്റെ കുറച്ച് ചീപ്പ് റേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആണ്. സോ ഇതൊക്കെ റഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള വോഡ്കയാണ് ഇത് കാണുന്നതെല്ലാം. ആനക്കൊമ്പ് ഉണ്ടല്ലേ, ഇതിൻ്റെ പേര് തന്നെ മാമോന്ത് എന്നാണ്. ആനക്കൊമ്പിനെ ഒരു ബേസ് നിർത്തി ഉണ്ടാക്കിയ ഒരു കുപ്പിയും ഇതിനകത്ത് സംഭവങ്ങളല്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 1099 റൂബിളാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് തന്നെ വെറൈറ്റി രീതിയിലുള്ള ഓരോ മാമോന്തുകളുണ്ട്. നോക്കൂ, കണ്ടില്ലേ മാമോന്ത്. പിന്നെന്താ റഷ്യയിലെ വേറൊരു വോഡ്കയാണിത്, ക്രിമിനൽ വോഡ്ക. കണ്ടില്ലേ, പ്രൊഡ്യൂസ് റഷ്യ. സോ അതിൻ്റെ റേറ്റ് വരുന്നത് 1299 റൂബിൾ തന്നെയാണ്. വെറൈറ്റി രീതിയിലുള്ള വോഡ്കളെല്ലാം കണ്ടില്ലേ, ഫ്ലാസ്ക് രീതിയിലുള്ള സംഭവം. ബലൂഗ, ഒരു മീൻ്റെ ചിഹ്നമൊക്കെ വെച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ വോഡ്ക. സ്കോച്ച് വിസ്കികൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് സ്കോച്ച് വിസ്കിയുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഇരിപ്പുണ്ട് ബ്ലാക്ക് ലേബിൾ ഇരിപ്പുണ്ട്, റെഡ് ലേബിൾ ജോണി വാക്കറിൻ്റെ. അത് ബ്ലാക്ക് ലേബിളിന് തന്നെ 3199 റൂബിളാണ് ഇവിടുത്തെ റേറ്റ്. ഈ കാണുന്നതെല്ലാം സ്കോച്ച് വിസ്കിയാണ് ഇതെല്ലാം. ബിയറിനൊന്നും ഇവിടെ അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല. 55 റൂബിള്, 64 റൂബിള്, 59 റൂബിള്, 69, 63, 61 അങ്ങനത്തെ കുറച്ച് നിസ്സാര റേറ്റുകളാണ് ഇവിടുത്തെ ബിയറിനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് സൺഡേ ആയത് കാരണം ഭയങ്കര തിരക്കാണ്. നമ്മൾ മാക്സിമം പറ്റുന്നിടത്തോളം കവർ ചെയ്തിട്ടുണ്ട് ഏരിയാസ്. എന്നാലും എവിടെയെങ്കിലും ചെറുത് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരികയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഡിസംബർ ഡയറീസ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.